ശബരിമല വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് തുടക്കം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും കടന്നാക്രമിച്ചു. 4 മേഖലകളിൽ നിന്നാണ് കോൺഗ്രസ് ജാഥ സംഘടിപ്പിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ നടന്നത് സ്വർണ്ണക്കവർച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കച്ചവടമാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോട്ട് പറഞ്ഞു. ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയിലൊക്കെ അടിച്ചു മാറ്റിയതും ഒക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. 22-ൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല? ശബരിമലയിൽ മോഷണം നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് മോഷ്ടിച്ചതെന്നും സണ്ണി ജോസഫ് പാലക്കാട് തൃത്താലയിൽ പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളുമെന്ന് K മുരളീധരൻ പറഞ്ഞു. പിണറായി വിജയൻ ഒരവസരം കൂടി നൽകിയാൽ അയ്യപ്പനെ വിഴുങ്ങുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളും. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാശെടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, കൈക്കോ കാലിനോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അല്പം ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ട്. അത് ഇതിന് ഒരു കാരണം കൊണ്ടാണ്. അധികം കട്ടുമെന്ന് പറയുന്നില്ല, കട്ടയിന് കൂട്ടുന്നു. തിരുവനന്തപുരത്തെ വിശ്വാസ സംരക്ഷണ യാത്ര UDF കൺവീനർ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.